തുർക്കിയിലെത്തിയ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നാണ് ആദ്യത്തെ എക്സിബിഷൻ നടക്കാൻ പോകുന്നത്. നമ്മളങ്ങനെ എക്സിബിഷൻ ഹാളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞെത്തി. വലിയ തിരക്കൊന്നുമില്ല, ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാകാം. ഇതിവിടുത്തെ ഒരു ഐക്കോണിക് ബ്രാൻഡാണ് ഉസ്തി എന്ന് പറയുന്നത്. ഫുഡ് ഇൻഡസ്ട്രിക്ക് വേണ്ട ഓരോ മെഷീൻസും പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോ ടെക്നോളജിയും എല്ലാം ഈ എക്സിബിഷനിൽ കൂടി നമുക്ക് കാണാനും മനസ്സിലാക്കാനും അത് ഇമ്പോർട്ട് ചെയ്തിട്ട് എൻഡ് യൂസറായ 5 സ്റ്റാർ ഹോട്ടലിനൊക്കെ കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇത് ഒരു വെജിറ്റബിൾ വാഷിംഗ് മെഷീനാണ്. അത് ഓസോൺ എയർ കൊടുത്തുകൊണ്ട് അതിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാം വന്നിട്ട് 5 സ്റ്റാർ ഹോട്ടലിലോട്ടും ഫുഡ് പ്രോസസ്സിങ് അതുപോലെ കാറ്ററിംഗ് കമ്പനികളിലോട്ടും ഒക്കെയുള്ള ഉപകരണങ്ങളാണ്. ഇതൊരു പുതിയ മോഡലാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. എല്ലാം കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള മെഷീനറീസ് ആയിരിക്കും മോസ്റ്റ്ലി ഉള്ളത്. അങ്ങനെ നമ്മൾ എക്സിബിഷനെല്ലാം കണ്ട് ഇങ്ങനെ ആദ്യത്തെ ദിവസം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇപ്പം കുറച്ച് തിരക്കായി. നമ്മൾ താമസിക്കുന്ന തുയ പലാസ് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ 29ാമത്തെ ഫ്ലോറിൽ ഈവനിങ്ങിലൊന്ന് വന്നു. അതിനുശേഷം അവിടെ നിന്നുള്ള വ്യൂ ആണിത്. മനോഹരമായ സൺറൈസും സൺസെറ്റും ഒക്കെ ഇവിടെ നിന്നാൽ കാണാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ് തുയ പലാസ് എന്ന് പറഞ്ഞ ഹോട്ടൽ. ഇതിൻ്റെ താഴെ തന്നെയാണ് ഹോസ്റ്റക്ക് എക്സിബിഷൻ നടക്കുന്നത്. ഈ കാണുന്ന ആ റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ റെഡ് ബോർഡ്, അവിടെ നമ്മൾ ഇടയ്ക്ക് വന്ന് ഡിന്നർ കഴിക്കും. ഇന്നിപ്പം വന്നിരിക്കുന്ന അതിനടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറൻറ്റിലാണ്. കൂടുതലും കബാബും അങ്ങനെയുള്ള സംഭവങ്ങളാണ് തുർക്കിയിൽ ഫുഡായിട്ട് നമുക്ക് കിട്ടുക. വലിയ വ്യത്യാസമൊന്നുമില്ല അറബിക് ഡിഷുമായിട്ട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ എക്സിബിഷന് നമ്മൾ രാവിലെ മുതൽ എല്ലായിടത്തും കറങ്ങി ഉച്ച കഴിഞ്ഞ് ലഞ്ച് സമയത്ത് നമ്മളിവിടെ ഒരു ഇവരുടെ തന്നെ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ വന്ന് ഫുഡ് കഴിക്കുകയാണ്. വിറ്റാൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണത്. അതിന് ശേഷം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ഒരു TV ഷോ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു പോയി. നമ്മുടെ രാവിലത്തെ മുതൽ വൈകിട്ട് വരെയുള്ള എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ തുയാപ്പ് ആ ഒരു എക്സിബിറ്റിംഗ് ഏരിയയുടെ മുൻവശത്തുള്ള ആ ഒരു വഴി കൂടി നടക്കുവാണ്. ഇതിനപ്പുറം ഒരു ബീച്ച് ഏരിയ ഉണ്ട്, പക്ഷേ ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററിനപ്പുറയാണത്. പക്ഷേ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് ആക്സസ് എന്ന് പറയുന്നത് ടാക്സി മാത്രമേ ഉള്ളൂ. പക്ഷേ അവന്മാർ 5 കിലോമീറ്ററൊക്കെ പോകുന്നതിന് 100 റിയാലൊക്കെയാണ് ചോദിക്കുന്നത്. സംതിങ് ലൈക്ക് ഒരു ലോജിക്കില്ലാത്ത പ്രൈസ്. അപ്പം അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മുന്നോട്ടൊന്ന് പോവുക, നോക്കാം. പിന്നെ ബേസിക്കലി തുർക്കിയിൽ ഭയങ്കര കളിപ്പീരാണ് പരിപാടികളെല്ലാം. കബളിപ്പിച്ച് കാശുണ്ടാക്കുക എന്നുള്ളൊരു ഹാപ്പിനെസ് അവർക്കുണ്ട് ഫോറിനേഴ്സിന്. അപ്പോൾ അത് ശരിക്കും ഒരു മുതലെടുത്താണ് കളിക്കുക. നമ്മളെന്തായാലും ഇങ്ങനെ നടക്കുന്നു മുന്നോട്ട്. മുന്നോട്ട് പോയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന്, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കാണാൻ എന്നുള്ളത്. സമയം 6 മണിയായി. ആൾക്കാരെല്ലാം ഓഫീസിലൊക്കെ പോയിട്ട് തിരികെ പോവുകയാണ്. ആൾക്കാരെല്ലാം വെയിറ്റിംഗ് ഫോർ ബസ് തിരിച്ച് വീട്ടിൽ പോകാൻ. ഇതാണ് അവിടുത്തെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സാണ് നിൽക്കുന്നത്. അപ്പോൾ ഉണ്ടോ മേളിലൊക്കെയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇവിടുത്തെ എക്സിബിഷൻ വിട്ടിട്ട് പോകുന്നവരും ആയിരിക്കാം, ഹോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അതുമാകാം. അതുപോലെ തന്നെ ഇവിടെ പല ഓഫീസുകളുണ്ട്. അപ്പോൾ ഓഫീസിൽ നിന്നും ഇറങ്ങുന്നവരും ഉണ്ട്. ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും നല്ല
തിരക്കുണ്ട് ഇവിടെ പബ്ലിക്കിൻ്റെ. ഇസ്താംബൂളിലൊക്കെ എല്ലായിടത്തും ഇതുപോലെ പൂച്ചയ്ക്ക് ഫുഡ് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മെട്രോ ബസ്സാണ് സ്റ്റേഷൻ. നമ്മളങ്ങനെ അവിടെ നിന്ന് നടന്ന് വേറൊരു മോളിലോട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് ബസ് വന്ന് ഇറങ്ങിയ സ്ഥലമാണ് ഇത്. ഇവിടാണ് വന്ന് ബസ് ഇറങ്ങിയത് എയർപോർട്ടിൽ നിന്ന്. ടാക്സിയാണിത്. ഒരു മുടിഞ്ഞ വിലയാണ് പറയുന്നത്. നമ്മൾ ഒരു ചെറിയൊരു 10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ 50-60 സൗദി റിയാൽ പറയും. ചെറിയ കളിയൊന്നുമില്ല. മസോയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഒരു റെസ്റ്റോറൻറ്റ്. 450 ലിറ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ അതിൽ കാണുന്ന അത്ര ഐറ്റം കിട്ടും. 450 ലിറ. അത്യാവശ്യമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റാണെന്ന് തോന്നുന്നത്. തുയാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ റെസിഡൻഷ്യൽ ഏരിയകളാണ് നമ്മൾ ഈ നടന്നു പോകുന്നതൊക്കെ. അവിടെ ഇവിടെയൊക്കെ ഓരോ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന മൽബറി മരമാണ് പഴുത്ത് കിടക്കുന്നുണ്ടോ? മൽബറി ഇഷ്ടംപോലെ താഴെ വീണ് കിടപ്പുണ്ട്. മൽബറി ഇതായത് ഈ സാധനം കണ്ടോ? മൽബറി പിയറാണ്. അതിൻ്റെ ചെറിയ മൊട്ടായിട്ടേ ഉള്ളൂ. തന്നെ മുന്തിരിയൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ടോ? ഇത് മുന്തിരിയാണ്. ആയിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ നടന്ന് ഹോട്ടലിൽ അവിടുന്ന് ബീച്ചിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. ഇവിടെ ഒരു വലിയ പള്ളി കാണാം. അത് നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കണ്ടായിരുന്നു. ഇസ്താംബൂളിൽ ഭയങ്കര വളരെ റാഷ് ഡ്രൈവിംഗ് ആണ്. യൂറോപ്പിലെ പോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴും നടപ്പ് അനിവാര്യമാണ്. നടന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പരുവമാവും. A4 ഉണ്ടായതെന്ന് തോന്നുന്നു. അത് ഷട്ട് ഡൗൺ ആയതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഒപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ഒരു ജംഗ്ഷനാണിത്. ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ കണ്ടോ? 46 കാണിക്കുന്നത്. അതായത് നിയർ അബൌട്ട് 4 റിയാൽ 60 പൈസ ഹലാല 1 ലിറ്റർ പെട്രോളിന്. അതിൻ്റെ അർത്ഥം നിയർ അബൌട്ട് 100 രൂപ. അപ്പം അത്ര ചീപ്പല്ല ഇവിടെ പെട്രോളിന്. യൂണിവേഴ്സിറ്റി കാണുന്നത് അങ്ങേ അറ്റം വരെ. വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണ്. അത് പെണ്ണുങ്ങളാണേലും ആണുങ്ങളാണേലും. വണ്ടിയൊക്കെ ഇടിച്ച് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സിൽ ഇടിച്ചു തൂങ്ങി പോകുന്ന പോലെ ഇവിടെ ആൾക്കാർ പോകുന്നത്. നമ്മൾ പുതിയൊരു മോളിൽ വന്നതാണ് ഇവിടെ. സ്റ്റേഷൻ്റെ ഒക്കെ വില ഓൾമോസ്റ്റ് 500 റിയാലൊക്കെയാണ്. വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഇതിൻ്റെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. നല്ല രസത്തിലാണ് അവർ ഇത് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല രസമുണ്ട്. പഴയൊരു മോളായത്. ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഈ മേളിലത്തെ ആ ഫുഡ് കോർട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങി പോരുവാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട് ഇവിടം. പക്ഷെ അത്യാവശ്യം ഭയങ്കര വിലയാണ് എല്ലാത്തിനും. നമ്മൾ എന്ത് പോയി നോക്കിയാലും അതിനൊക്കെ നല്ല വിലയുണ്ട്. മോൾ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ ഉണ്ടോ? ഇവരൊക്കെ ഇവിടെ നിന്ന് സെൽഫി എടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയും ഇതൊക്കെ തന്നെ എല്ലായിടത്തെയും പോലെ ഇവിടെയും. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, ബേക്കൻഡ് യൂണിവേഴ്സിറ്റി. പലയിടത്തും മക്ഡൊണാൾഡ്സ് ഉണ്ട്.
അതുപോലെ ഇവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റ് ഔട്ട്ലെറ്റ്സ് മോസ്റ്റ്ലി എല്ലായിടത്തും കാണാം. ബർഗറായിട്ടും ഫ്രൈഡ് ചിക്കനൊക്കെ ആയിട്ടും നമ്മുടെ അവിടുത്തെ അൽബേക്കൊക്കെ പോലെ ലോക്കൽ കടകൾ. പറഞ്ഞ പോലെ ഇവിടെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്ത് കാണിച്ചാലാണ് നമുക്ക് കാര്യങ്ങൾ അവരുടെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുക. ഒരു ട്രാൻസ്ലേറ്റർ നമ്മുടെ മൊബൈലിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇത്രയും വിഷയം യൂറോപ്പിൽ ഇല്ല. കാരണം അവിടെ ഓൾമോസ്റ്റ് പുതിയ ജനറേഷൻ എല്ലാം ഇംഗ്ലീഷ് അറിയാം. ആവറേജ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഒരു 100 റിയാൽ മിനിമം ആവും 2 പേർക്ക്. ഭാഗമാണ് ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം. വലിയൊരു യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഇവിടെ ഒരു മോളിൽ വന്നിരുന്നു. എന്താ ഈ ഫസ്റ്റ് അവന്യൂ എന്ന് പറഞ്ഞ മോളിൽ കഴിഞ്ഞ ദിവസം. അതിൻ്റെ താഴ്വശത്തുള്ള ഷോപ്സാണ് ഈ കാണുന്നതൊക്കെ. ഒരു ബ്രാൻഡുണ്ട്, ഒരു തുർക്കിഷ് കോഫിയുടെ, അതിൻ്റെ ഷോറൂമാണ് കാണുന്നത്. നമ്മൾ ഇന്നലെ വന്ന ഫസ്റ്റ് അവന്യൂ മോളാണ് ഇത് ഈ കാണുന്നത്. നമ്മളിനി കറങ്ങി അടിച്ച് റൈറ്റിൽ കൂടെ നടന്ന് അങ്ങേ അറ്റത്തെ പാലം, ആ കായാന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ സൈഡുള്ള പാലത്തിൽ കൂടെ വേണം നമുക്ക് നമ്മുടെ ഹോട്ടലിലോട്ട് നടന്നു പോകാൻ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഏരിയ. ബാറ് കാണാം, കണ്ടോ? ഇതൊരു ബാറാണ്. നമ്മളുടെ ഇപ്രാവശ്യത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നേരെ പിന്നെ എക്സിബിഷൻ സെൻറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഒരു 5-6 മണിയാകുമ്പോഴാണ് തിരികെ വരിക. അതുപോലെ 3-ാം ദിവസം ഇന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ എക്സിബിഷൻ ഏരിയയിലോട്ട് പോയി. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇതാണ് നമ്മളുടെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ. നമ്മൾ 4 ദിവസം, ടോട്ടൽ 6 ദിവസമായിരുന്നു. 4 ദിവസം ഇവിടെ നമ്മൾ എക്സിബിറ്റിംഗ് ഏരിയയിൽ നിന്നു. ഇനിയിപ്പോൾ നമ്മൾ 4-ാം ദിവസം നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഇനിയുള്ള 2 ദിവസം നമ്മൾ ഇസ്താംബൂളിലാണ്. അപ്പോൾ നമ്മൾ വേറൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഹോട്ടൽ നമ്മളങ്ങനെ ഊബർ ബുക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഊബർ വണ്ടി, 6 സീറ്റർ കിടിലൻ വണ്ടിയാണ്. ഒരു ബസ് പോലെ ഉണ്ട്, ഭയങ്കര വലിപ്പം, കിടക്കാം. ഒരു വലിയ വണ്ടി. നമ്മളിത് നേരെ ഇസ്താംബൂളിലോട്ട് പോകുന്നു. ഇവിടുന്ന് നമുക്ക് അവിടം വരെ പോകാൻ വേണ്ടി നിയർ അബൌട്ട് 2000 ലിറ, ദാറ്റ് മീൻസ് അറൗണ്ട് 200 റിയാൽ. 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. റൂമുണ്ട്, കിച്ചനൊക്കെ എംബ്രോ ഒക്കെ ഉണ്ട് അതിൽ. മഴക്കാറുള്ള അന്തരീക്ഷമാണ് ഇന്നത്തെ. അത്യാവശ്യം കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. സിറ്റിക്കുള്ളിലെ ഒരു മനോഹരമായ ഒരു ഗാർഡനായത്. കുറേ ദൂരമുണ്ട് ഈ ഗാർഡൻ. എൻ്റെ തൊട്ട് പുറകിൽ സീ ആണ്. നമ്മളിപ്പം എയർപോർട്ടിൻ്റെ ഏരിയയിലെത്തി. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് എയർപോർട്ടാണ്.
എയർപോർട്ടിൻ്റെ ബൗണ്ടറിയാണ്. ഇപ്പോഴത്തെ സിറ്റികളിലെ ഒരു ട്രാഫിക്കിലും ക്യാമറകളൊന്നും കാര്യമായിട്ട് കണ്ടില്ല. അതുപോലെ തന്നെ സ്പീഡ് ക്യാമറയുടെ ഒരു സൈൻ ബോർഡോ ഒന്നും റോഡിലൊന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നപ്പം കാര്യമായിട്ട് സ്പീഡ് ക്യാമറയോ അല്ലെങ്കിൽ അതുപോലത്തെ മൊബൈൽ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്ന ബെൽറ്റ് ഇടാത്തതിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ കാര്യമായിട്ട് കണ്ടിട്ടില്ല. സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഇപ്പം എയർപോർട്ട് ഏരിയ ആണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടാണ് എയർപോർട്ട്. കടലിനോട് ചേർന്ന് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നവർ. ഇസ്താംബുളിലെ ഓൾമോസ്റ്റ് 15 മില്യണോളം ആൾക്കാർ ഉണ്ട് പോപ്പുലേഷൻ. ഈ രാജ്യത്തിൻ്റെ നിയർ അബൌട്ട് 18 മുതൽ 20% വരെയുള്ള ജനസംഖ്യ തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റിയാണ് ഇസ്താംബുൾ. പക്ഷേ അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സിറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാര്യമായിട്ട് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന മാതിരി ഇന്ത്യക്കാരോടൊന്നും കാര്യമായിട്ട് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അവന്മാർക്ക്. അത് ഞാനിവിടെ വന്ന് പലരോടും സംസാരിക്കുമ്പം അവർ സൗദികളെ പോലും അവർക്ക് ഇഷ്ടമല്ല. അറബ് രാജ്യങ്ങളിലുള്ള ആൾക്കാരെ പോലും ഒരു വർത്തമാനത്തിൽ അവരോടൊക്കെ പുച്ഛമാണ്. പക്ഷേ അവന്മാർക്ക് പാകിസ്ഥാനികളെ ഭയങ്കര സ്നേഹമാണ്. അത് എന്ത് റീസണിലാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരാൾ പറഞ്ഞത് പാകിസ്ഥാൻ്റെ മൂക്കാണെങ്കിൽ തുർക്കി ഞങ്ങളുടെ കണ്ണാണെന്നാണ്. അത്രയും മാത്രം അവർ ഇവിടുത്തെ നോർമൽ ആൾക്കാർ പാകിസ്ഥാൻ സപ്പോർട്ടാണെന്നുള്ളതാണ് ഞാനിവിടെ വന്ന് ഓരോരുത്തരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു പൊതുശത്രുവായിട്ട് മാറാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ഫ്യൂച്ചറിൽ ഈ രാജ്യമെന്ന് തോന്നുന്നു. അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇസ്താംബുൾ സിറ്റിക്കുള്ളിൽ എത്തി. നമുക്കിപ്പം റൈറ്റ് സൈഡിൽ കാണാം കടൽ, അതുപോലെ ഒരു സൈഡിൽ ഷിപ്പ് യാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിലോട്ടാണ്. ഓപ്പോസിറ്റ് സൈഡിൽ അത് ഹയാത്തിൻ്റെ തന്നെയാണ്. അവിടെ എഴുതിയിരിക്കുന്നു ഹയാത്ത് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ്. ഇന്റർകോണ്ടിനെൻ്റലാണ് ഈ ഹോട്ടൽ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്, മുഴുവൻ കയറ്റം ഇറക്കവും വളവും തിരുവായി സിറ്റി മുഴുവൻ. അപ്പോൾ അത് കാരണം നമ്മൾ ശരിക്കും നടന്ന് ഊപ്പാട് വരും. വഴി വളരെ 3 ലൈൻ ഉണ്ടെങ്കിലും ട്രാഫിക് കൊണ്ട് മുടിഞ്ഞ കൺജഷനാണ്. ഇതും ഒരു ഹോട്ടലാണ്. ആൾക്കാരൊക്കെ എയർപോർട്ടിലോട്ട് പോകാനൊക്കെ വന്ന് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു ലഗേജൊക്കെ ഉണ്ട്. ഇവിടുന്ന് ബസ്സുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ടൂറിസ്റ്റിനെ കാണാം. ഇവിടെ കണ്ടോ ആ പോകുന്നൊക്കെ ലഗേജ് എടുത്തുകൊണ്ട് പോവാം. ടക്സം സ്ക്വയറിൽ സെൻറ്റിയം ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് വന്ന് താമസിക്കുന്നത് 2 ദിവസം. ഇതൊരു 3 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. റൂമിനെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ റൂമൊക്കെ ഓക്കെ, എന്നാൽ
അത്ര സ്പേഷ്യസ് ആണെന്ന് ചോദിച്ചാൽ ഓക്കെ, 1-2 ദിവസമൊക്കെ നിൽക്കാൻ പറ്റിയ നൈസ് റൂം, അത്രയേ ഉള്ളൂ പറയാൻ. അത്യാവശ്യം ഇപ്പം ഇവിടെ എക്സ്പെൻസീവാണ് ഈ ഏരിയ. അപ്പം നമ്മൾ മാക്സിമം അഫോർഡബിൾ പ്രൈസുള്ള ഒരു സ്ഥലം നോക്കിയാണ് ഇപ്പോൾ ഇവിടെ ബുക്ക് ചെയ്തത്. നമുക്ക് ഓൾറെഡി മറ്റേ സ്ഥലത്ത് 2 ദിവസം കൂടെ താമസിക്കാനുള്ള ഹോട്ടൽ സ്റ്റേ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലൊക്കേഷൻ മാറ്റേണ്ടത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്, അത് അവിടെ ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ എക്സ്പെൻസീവ് ഹോട്ടലിലോട്ട് പോയില്ല. ഒരു 300 റിയാൽ ആവറേജ് വരുന്ന, അതായത് ഒരു ദിവസം ഒരു 6000 ആ റേഞ്ച് വരുന്ന ഒരു ഹോട്ടൽ റൂമാണ് ഇപ്പോൾ ഈ കാണിച്ച ആ ഒരു ഹോട്ടൽ ചെക്കിൻ എല്ലാം ചെയ്തിട്ട് നമ്മൾ ടക്സൺ സ്ക്വയറിലെത്തി. ഇവിടുത്തെ ഒരു ഡൗൺ ടൗൺ ആണ്. നമുക്കിനിയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.